തേങ്ങാപ്പൂളും കൊക്കിലൊതുക്കി കാക്കക്കറുമ്പിയെ പോലെ ഓ ബോഡി ഷേമിങ് അമ്പിളി പൊട്ടോരാതിര രാവും മേലെ തിരുവാതിര രാവും മേലെ മേലേക്ക് പോയനെ പണിയായുധങ്ങൾ ചേച്ചിയേ ഏട്ടാ ചേച്ചി ഏട്ടാ എച്ചിയേട്ടാ അയ്യോ എച്ചിയേട്ടാന്ന് ഇപ്പൊ വീട്ടുകാരടുത്തുനിന്ന് ചീത്ത കേട്ടേനെ ചേച്ചിയെ തേങ്ങേന്റെ കാര്യത്തിന് വന്നാണേ. ഹസ്ബൻഡ് ഇവിടെ ഇല്ല. പോങ്ങന്റെ കാര്യത്തിനല്ല, തേങ്ങേന്റെ കാര്യത്തിന്. അത് തന്നെ പറഞ്ഞത്. പുള്ളിയാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പുള്ളി ഇവിടെ ഇല്ല. നിങ്ങൾ പുറത്തേക്ക് വരില്ല? ഞാൻ വന്ന് തേങ്ങ ഇടണോ? വേണ്ട, ഞാൻ ടോളന്റെ അമ്മോ എന്തോരു കലിപ്പാത്. തൊണ്ട വരണ്ട് വയ്യ. ചേച്ചി കുറച്ച് വെള്ളം തരുമോ? അമ്മേ തൊണ്ടയിൽ ആകെയുള്ള വെള്ളം വരെ പറ്റി അങ്ങോട്ട് പോയി നാണം കെട്ടിട്ട്. ചേച്ചിയെ ഒരു കയറ് കിട്ടുവോ? ഇല്ല. ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചാണോ? ചേച്ചി ഉളുപ്പുമാനം ഉണ്ടോ നിങ്ങക്ക്? ഇല്ല. ഈ വർത്താനം പറയണ നിങ്ങൾക്ക് ഉളുപ്പുമാനം ഉണ്ടാവില്ല, എനിക്ക് അറിയാം. ആരാണ് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? ഇതാരുടെ വീടാന്നറിയോ? ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീടാണ്. പേര് വിവന്തിക. അയ്യേ, അങ്ങനെയൊക്കെ ആർക്കെയും പേരിടുവോ? എങ്ങനെ? മീൻ വെന്തില്ലാന്നൊക്കെ. മീൻ വെന്തില്ലാന്നല്ല, വിവന്തിക KS. കഷ്ടം രാവിലെ തന്നെ. ഇവിടെ തേങ്ങ ഇടാൻ ആരോ വന്നല്ലോ, ആളിന്ന് വിളിക്കൂ. അയ്യോ അത് ഞാനാ. ഞാൻ തന്നെ. നിങ്ങളോ? നിങ്ങൾ തെങ്ങ് കയറിയിട്ട് തേങ്ങ ഇടുവോ? ഇല്ല, അങ്ങനെയല്ല. ഞങ്ങള് തെങ്ങിന്റെ അടുത്ത് ഇങ്ങനെ ചെല്ലും ആദ്യം, എന്നിട്ട് തെങ്ങിനോട് വിളിക്കും ഇങ്ങനെ, എടാ വാടാ, എടാ വാട കുട്ടാന്ന് പറയുമ്പോ തെങ്ങ് ഇങ്ങനെ വളഞ്ഞു വരും. ആ സമയത്ത് ഞങ്ങള് തേങ്ങയും കൊതുമ്പും ഓലൊക്കെ ഇങ്ങനെ വലിച്ചു പറിച്ചെടുക്കും. എന്നിട്ട് തെങ്ങിനോട് പറയും, എടാ പോടാ. ആരെങ്കിലും വരുന്നതിന് പിന്നെ കേറി പോടാന്ന് പറയുമ്പോ തെങ്ങ് ഇങ്ങനെ അങ്ങോട്ട് നിക്കും. അങ്ങനെ സംഭവിക്കല്. ഓ മൈ ഗോഡ്, ഇങ്ങനെയൊക്കെ സംഭവിക്കോ? നിങ്ങൾ ജഡ്ജി തന്നെയാണോ അതോ ഹൈക്കോടതിന്റെ മുന്നിൽ പാനിപ്പൂരി വിൽക്കുന്ന ജിജിയാണോ? അല്ല എമ്മാറ്റ പൊട്ടം പറയുന്നത് ചോദിക്കാനേ. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് മറ്റേ ഹരീഷ് കണാരൻ ചുരിദാർ താരി തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ സ്ത്രീ ഇങ്ങനെ ഇടക്കിടക്ക് വിളിക്കുന്നത്. ഞാൻ പുരുഷനാണോ? എനിക്കൊരു പേരുണ്ട്, അംബിക വല്ലാർപാട്. അത് വിളിച്ചാൽ മതി. എന്തിനാ അംബികയെ വല്ലാതെ പാടുന്നത്? നല്ലപോലെ പടിയെ പോരെ. കളിയാക്കുക. കൊറേ നേരമായിട്ട് നിങ്ങൾ തുടങ്ങിയിട്ട് എനിക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നിങ്ങൾക്ക് എനിക്ക് ഒന്നാമത്തെ ഇന്ന് കുറെ കേസിന്റെ വിധി പറയാനുണ്ട്. അത് മാത്രല്ല, വൈകുന്നേരം എനിക്ക് തിരുമാന്താകുന്ന് അമ്പലത്തിൽ പോയിട്ട് തൊഴാനുണ്ട്. ഏതമ്പലം? തിരുമാന്താകുന്ന് അമ്പലം. അവിടെ ആരാളെ? അവിടെ എന്റെ തറവാട്. എവിടെ? തിരുമാന്താകുന്ന് അമ്പലത്തിന്റെ പുറകുവശത്ത്. പുറകുവശത്തോ? നിങ്ങളെ വീടോ? നിങ്ങളവിടെ നിന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെയാണ്. തിരുമാന്താങ്കുന്ന് അമ്പലല്ലേ, അതിന്റെ മുന്നിൽ ഒരു ആൾത്തറുണ്ട്.